ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1 ഗൺ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു മാച്ച് ഫുള്ള് ഒരു ഗണ്ണ് മാത്രം എടുത്തിട്ടാണ് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഗണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M500 ആണ്. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയുള്ള കളിയൊന്നുമല്ല, എനിക്ക് അറിയാവുന്ന പോലെ ജസ്റ്റ് കളിച്ച് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആൻഡ് ഇത് നോർമൽ CS മാച്ചാണ്, റാങ്ക്ഡ് ഒന്നുമല്ല. റാങ്ക്ഡ് എനിക്ക് ബാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം അവിടെ 2 പേരും ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ ഒരുത്തനെ അടിച്ചിട്ടു, പിന്നെ ഒരുത്തനും പിന്നിലുണ്ട്. അപ്പോൾ അവനെ നമ്മൾ അടിച്ചിടുന്നുണ്ട്. ആക്ച്വലി നമ്മൾ 3 കില്ല് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ റിവൈവ് ആയിപ്പോയി. അങ്ങനെ നമുക്ക് ഈ കളിയിൽ മൊത്തം വെറും 2 കില്ല് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 3 കില്ല് കിട്ടിയില്ല നമുക്ക്. എന്നിട്ട് നമ്മൾ നോക്കാവുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ CS നോർമൽ കളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം ഞാൻ CS റാങ്ക്ഡ് കളിക്കുന്ന സമയത്ത് ബാക്കായി പോയിട്ടുണ്ടായിരുന്നു, അതായത് AFK ആയിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ വാണിംഗ് കിട്ടിയത് കാരണം എനിക്ക് ഓണർ സ്കോർ കുറഞ്ഞത് 88 ആയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പം നോർമൽ CS ആയതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക സീരിയസ്നെസ്സോട് കൂടി ഞാൻ ഈ മാച്ച് ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഫൺ വീഡിയോ പോലെ, ജസ്റ്റ് ഒരു ചലഞ്ച്, ചെറിയൊരു ചലഞ്ച് മാത്രം ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഇതുപോലത്തെ ചലഞ്ചസ് ഇനി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ 2ാമത്തെ റൗണ്ടിൽ കയറി. ഒരുത്തൻ അവിടെ ഓൾറെഡി റിവൈവ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ആളിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല. അങ്ങനെയാണ് ലാസ്റ്റ് ആൾ ബിൽഡിങ്ങിൻ്റെ മുകളിലുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ ഒരു കുരുക്കിട്ട് വെച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട് ഓനെയും നമ്മൾ ഫിനിഷ് ആക്കി. ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് 4 കിൽസ് കിട്ടിയിട്ടുണ്ട്, 4 കില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്തത് 3rd റൗണ്ടിലോട്ട് കയറി. ഓക്കെ, 3rd റൗണ്ടിലോട്ട് കയറിയപ്പോഴാണ് നമ്മൾ അവിടുന്ന് 2 പേരിങ്ങനെ പാഞ്ഞ് വരുന്നത് കണ്ടത്. ഓക്കെ, അപ്പം അത് നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ വെറുതെ അടിച്ചത്. എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും, ബട്ട് ലോങ് റേഞ്ചിൽ നിന്ന് മാത്രം. എനിക്ക് ഷോർട്ട് റേഞ്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഹെഡ് ഷോട്ട് അടിക്കാൻ അറിയത്തില്ല. ഒരു എനിമി അടുത്ത് വന്നാൽ എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ അറിയത്തില്ല. പക്ഷേ ദൂരെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഡ്രാഗ് ചെയ്ത് നല്ലപോലെ അടിക്കും. ആൻഡ് ഈവൻ ഞാൻ കരുതി സോണിൽ എലിമിനേറ്റ് ആവുമെന്ന് കരുതി, പക്ഷേ അതും നമുക്ക് കിട്ടി. അങ്ങനെ ഇപ്പം 6 കില്ലായിട്ടുണ്ട്. ആൻഡ് കണക്ക് ശരിയാണെങ്കിൽ 6 കില്ലാണ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മളടുത്ത് 4th റൗണ്ടിലോട്ട് കയറി. ഇതിൽ എന്താ പറയുക, ഞാൻ ഗണ്ണെടുത്തിട്ട് ഫുള്ള് കളിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് കളി പോകുന്നായപ്പം ഞാൻ ലാസ്റ്റ് ഗ്രനേഡ് ചൂസ് ചെയ്തു. ആൻഡ് ഗ്രനേഡ് നമ്മൾ ഗണ്ണിൽ കൂട്ടില്ല, ഓക്കെ എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഗ്രനേഡ് ഇട്ട് അതും ഫിനിഷ് ചെയ്തു. നമ്മൾ കളി എടുത്തിട്ടുണ്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.